ഹായ് ഓൾ, വെൽക്കം ടു സി സി ബാങ്ക്. അപ്പോൾ സി സി ബാങ്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ CSEB എക്സാം എല്ലാ ആഴ്ചകളുമായിട്ട് ഡിസംബർ 29 മുതൽ ഫെബ്രുവരി 14 വരെ എല്ലാ ഞായറാഴ്ചയും നടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് CSEB അക്കൗണ്ടൻസി പ്രീവിയസ് വന്നിരിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ പരിചയപ്പെടുവാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോകാം. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് സ്റ്റോക്ക് ഗിവ്സ് ഡാഷ് റേഷ്യോ. എന്താണ് ചോദ്യം? കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിനെ ആവറേജ് സ്റ്റോക്ക് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഗ്രോസ് പ്രോഫിറ്റ്, ഓപ്ഷൻ ബി നെറ്റ് പ്രോഫിറ്റ്, ഓപ്ഷൻ സി ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ, ഓപ്ഷൻ ഡി ആവറേജ് സ്റ്റോക്ക്. എന്താണ് ഇതിന്റെ ആൻസർ? ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആണ്. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എന്തിനാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നമുക്ക് ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. എന്തിനാണ് അത്? ടൈം പീരീഡ് വെച്ചിട്ടാണ്. ടൈം പീരീഡിലാണത് എക്സ്പ്രസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഡാഷ് കോസ്റ്റ് പെർ യൂണിറ്റ് ഓഫ് പ്രൊഡക്ഷൻ റിമെയിൻ കോൺസ്റ്റന്റ് ഇൻ മാർജിനൽ കോസ്റ്റിംഗ്. മാർജിനൽ കോസ്റ്റിംഗിലെ ഏത് കോസ്റ്റ് ആണ് കോൺസ്റ്റന്റ് ആയിട്ട് അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് നിൽക്കുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫിക്സഡ് കോസ്റ്റ്, ഓപ്ഷൻ ബി വേരിയബിൾ കോസ്റ്റ്, ഓപ്ഷൻ സി ടോട്ടൽ കോസ്റ്റ്, ഓപ്ഷൻ ഡി സെമി ഫിക്സഡ് കോസ്റ്റ്. ഏതാണ് ചോദ്യം? എന്താണ് മാർജിനൽ കോസ്റ്റിംഗ്? മാർജിനൽ കോസ്റ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒറ്റ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ, ഇപ്പൊ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്തതിന്റെ അവിടെ 1001ാമത് ഒരു അഡീഷണൽ ആയിട്ട് ഒരൊറ്റ യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് ഏതാ? ആ ഒരു കോസ്റ്റാണ് നമ്മൾ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് പെട്ടെന്ന് ആൻസർ വരുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് വരും അല്ലേ മനസ്സിലോട്ട്. എന്താണ് ഫിക്സഡ് കോസ്റ്റ്? ഫിക്സഡ് കോസ്റ്റ് നമ്മുടെ ഒരു യൂണിറ്റ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റിൽ കുറഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പൊ നമുക്ക് 1000 രൂപ ഫിക്സഡ് കോസ്റ്റ് ഉള്ള ഒരു സ്ഥാപനം, അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 500 യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. 500 യൂണിറ്റ്. അപ്പൊ അവർക്ക് പെർ യൂണിറ്റ് ഫിക്സഡ് കോസ്റ്റ് പെർ യൂണിറ്റ് എത്ര വരും? 2 വരും. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് വരുന്ന ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് 2 രൂപയാണ് വരിക. ഇനി അവർ 1000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതെങ്കിലോ, അവർ 1000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, അവിടെ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എത്ര തന്നെയാണ്? 1000 രൂപ തന്നെയാണ് അല്ലെ. ആ ഫിക്സഡ് കോസ്റ്റിന് മാറ്റമൊന്നുമില്ല. അപ്പൊ 1000 രൂപയാണ് ഫിക്സഡ് കോസ്റ്റ് വരിക. അപ്പൊ 1000 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് എത്ര വരും? 1000നെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 എന്ന് വരും. അതായത് ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി അവർക്ക് വന്ന കോസ്റ്റ്, ഫിക്സഡ് കോസ്റ്റ് എത്രയാണ്? 1 രൂപയാണ്. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു പേര് ഫിക്സഡ് എന്നാണ് എങ്കിൽ പോലും ഈ ഒരു മാർജിനൽ കോസ്റ്റിംഗിൽ എന്ത് വന്നു? ഈ കോസ്റ്റ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് 2000 യൂണിറ്റ് ആയി കഴിഞ്ഞാൽ എങ്ങനെ വരും? നേരെ വീണ്ടും 50 പൈസയിലേക്ക് പോകും. അതായത് മാർജിനൽ കോസ്റ്റിംഗിൽ, അതായത് ഔട്ട്പുട്ടിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് ഫിക്സഡ് കോസ്റ്റ് എന്ത് ചെയ്യും? കുറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ വേരിയബിൾ കോസ്റ്റിന്റെ കാര്യം നമുക്ക് നോക്കാം. ഇപ്പൊ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, ഇപ്പൊ ഒരു യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 10 രൂപ, നമ്മൾ റോ മെറ്റീരിയൽസിന് മാറ്റം എന്താണ്? 10 രൂപയാണ് അല്ലെ. റോ മെറ്റീരിയൽ അല്ലെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 10 രൂപ. അപ്പൊ 500 യൂണിറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എത്ര രൂപ വരും? 500 രൂപ. 500 യൂണിറ്റിന് 5000 രൂപ വരും. ഇനി 1000 യൂണിറ്റ് ആണെങ്കിലോ, 1000 യൂണിറ്റ് ആണെങ്കിലും 10 രൂപ തന്നെയാണ് വേരിയബിൾ കോസ്റ്റ് അല്ല. അവിടെ നോക്കിക്കേ, വേരിയബിൾ കോസ്റ്റിന് 10 രൂപ തന്നെ. ആ റോ മെറ്റീരിയൽസ് മേടിക്കാൻ 10 രൂപ തന്നെ ഉള്ളൂ. അപ്പൊ എന്ത് വരും? 10000 എന്ന് വരും. ഇവിടെ നോക്കിക്കേ, വേരിയബിൾ കോസ്റ്റ് എന്താണ്? ഫിക്സഡ് ആണ്. അതിനകത്ത് യാതൊരു മാറ്റവും വരുന്നില്ല. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്? വേരിയബിൾ കോസ്റ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ ഈസ് ക്രെഡിറ്റ് ടു ഡാഷ് അക്കൗണ്ട്. ഓപ്ഷൻ എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ഓപ്ഷൻ ബി ട്രേഡിംഗ് അക്കൗണ്ട്, ഓപ്ഷൻ സി ബാലൻസ് ഷീറ്റ്, ഓപ്ഷൻ ഡി സെയിൽസ് റിട്ടേൺ അക്കൗണ്ട്. ചോദ്യം എന്താണ്? അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസിനെ ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുക എന്നാണ് ചോദ്യം അല്ലെ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിരിക്കുന്ന 1000 രൂപയുടെ ഗുഡ്സ് കത്തിപ്പോയിട്ടുണ്ട്. പർച്ചേസിന്റെ ബാലൻസ് ഡെബിറ്റ് ബാലൻസ് ആണ്. നമ്മൾ 1000 രൂപയുടെ ഗുഡ്സ് മേടിച്ച് വെച്ചിട്ടുണ്ട്. അത് കത്തിപ്പോയി കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ ജേണൽ അബ്നോർമൽ ലോസ് ആണ്. അപ്പൊ ഇതിനെ പർച്ചേസ് കുറയാൻ വേണ്ടി നമ്മൾ പർച്ചേസിനെ ക്രെഡിറ്റ് ചെയ്യും. അതിന്റെ ജേണൽ എൻട്രി എപ്പോഴും ചോദിക്കാറുണ്ട്, ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട്. ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത്? നമ്മുടെ പർച്ചേസസ് അക്കൗണ്ടിനെയാണ്. എന്നാൽ ചോദ്യം എന്താണ്? ഈ ഒരു ഏത് അക്കൗണ്ട്, ലോസ് ഓഫ് ഗുഡ്സ് ബൈ ഫയർ, നമ്മൾ ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും? നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട്, ഏറ്റവും ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ അകത്ത് നമ്മൾ പർച്ചേസ് എന്നും പറഞ്ഞ 1000 രൂപ, പർച്ചേസ് 1000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? എൻ്റർ ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ഇതിൻ്റെ അകത്തൊരു അബ്നോർമൽ ലോസ് ആണ്. അബ്നോർമൽ ലോസ് വരുമ്പോൾ നമ്മുടെ ഗുഡ്സ് കത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഏത് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും?
ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഗുഡ്സ് ലോസ് ഇൻ ഫയർ ₹1 lakh when claims are admitted by the insurer is only 70% of the total loss suffered, then the amount of claim admitted dash will be shown in. ചോദ്യം ഇതാണ്, നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്ത അതേ ചോദ്യം തന്നെ. ഗുഡ്സ് എന്ത് ചെയ്തു? 1 ലക്ഷം രൂപയുടെ ഗുഡ്സ് കത്തി നശിച്ചു. എന്നാൽ ഇൻഷുറൻസ് കമ്പനി പാർട്ട്ലി എന്ത് ചെയ്തിട്ടുണ്ട്? 70% എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലെയിം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി 30% എന്താണ്? നമ്മളെ സംബന്ധിച്ച് നഷ്ടമാണ്. അപ്പം ടോട്ടൽ ലോസ് അഫേർഡ് ദെൻ ദി എമൗണ്ട് ഓഫ് ക്ലെയിം അഡ്മിറ്റഡ് റുപ്പീസ് വിൽ ബി ഷോണിങ്. നമുക്ക് കിട്ടാമെന്ന് പറഞ്ഞാൽ, അതായത് ആ ഇൻഷുറൻസ് കമ്പനി അഡ്മിറ്റ് ചെയ്ത ക്ലെയിം നമ്മൾ എവിടെ കാണിക്കുമെന്നാണ് ചോദ്യം. എത്ര രൂപയാണെന്ന് കൂടി നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തേണ്ടതുണ്ട്. ഓപ്ഷൻ എ പറയുന്നു 70,000 ഡെബിറ്റ് സൈഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. ഓപ്ഷൻ ബി പറയുന്നു 70,000 ക്രെഡിറ്റ് സൈഡ് ഓഫ് ട്രേഡിംഗ് അക്കൗണ്ട്. ഓപ്ഷൻ സി 70,000 അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. ഓപ്ഷൻ ഡി 30,000 ലയബിലിറ്റി സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ്. എന്താണ് ചോദ്യം? നമുക്ക് 1 ലക്ഷം രൂപയുടെ നമ്മൾ മേടിച്ചു വെച്ച ഗുഡ്സ് കത്തിപ്പോയിരിക്കുകയാണ്. അപ്പൊ അതിൻ്റെ അകത്ത് ഇൻഷുറൻസ് നമുക്ക് 70,000 രൂപ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ തരാമെന്ന് പറഞ്ഞു. അതായത് ഈ 1 ലക്ഷത്തിന്റെ 70% എന്ന് പറയുമ്പോൾ 70,000 രൂപ ഇൻഷുറൻസ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ നമ്മൾ ഫൈനൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ട്രേഡിംഗ് അക്കൗണ്ട് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിൽ നമുക്ക് കൃത്യമായി നശിച്ചിരിക്കുന്ന ഈ 1 ലക്ഷം രൂപ നമ്മൾ ഇവിടെ കാണിക്കും. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ 1 ലക്ഷം രൂപ നമ്മൾ കാണിക്കും. ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മൾ എവിടേക്ക് എടുക്കണം? 2 എടുത്തെടുക്കണം അല്ലെ. ഇനി നമ്മൾ പോകുന്നത് എവിടെയാണ്? നമ്മൾ പോകുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്ത് മാത്രമാണ് കാണിക്കുക? ഒന്നെങ്കിൽ നമുക്ക് കിട്ടിയ ലാഭം അല്ലെങ്കിൽ നഷ്ടം. ഇവിടെ ഇൻഷുറൻസ് കമ്പനി തരാമെന്ന് പറഞ്ഞിട്ടുള്ള സംഭവം നമുക്ക് ആ ഒരു എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യും? കിട്ടും. എന്നാൽ ഒരു 30,000 രൂപ നമ്മളെ സംബന്ധിച്ച് നഷ്ടം വന്നിട്ടുണ്ട്. ആ ഒരു 30,000 രൂപ നഷ്ടം മാത്രം നമ്മൾ എവിടെ കാണിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ അബ്നോർമൽ ലോസ് അല്ലെങ്കിൽ ഗുഡ്സ് ലോസ് ഓൺ ഫയർ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു 30,000 രൂപ ആ ഒരു ലോസ് കാണിക്കും. ബാക്കിയുള്ള 70,000 രൂപ നമ്മൾ ഇവിടെ കാണിക്കും. ബാലൻസ് ഷീറ്റിലെ അസറ്റ് സൈഡിൽ കാണിക്കും. അപ്പൊ നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ സി 70,000 അസറ്റ് സൈഡ് ഓഫ് ബാലൻസ് ഷീറ്റ് ആണ്. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇഫ് എമൗണ്ട് ഓഫ് എനി നോൺ ലയബിലിറ്റി ക്യാൻ ബി ഡിറ്റർമൈൻഡ് വിത്ത് ദി സബ്സ്റ്റൻഷ്യൽ ആക്യുറസി ദെൻ. അതായത് നമുക്ക് ഒരു ലയബിലിറ്റി ഉണ്ടാവും, പക്ഷെ അതിന്റെ കൃത്യമായ എമൗണ്ട് നമുക്ക് ഇപ്പം പ്രിഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ആ ഒരു കേസിൽ നമ്മൾ എന്താണ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പ്രൊവിഷൻ ഷുഡ് ബി ക്രിയേറ്റഡ്. ഓപ്ഷൻ ബി എ കണ്ടിജന്റ് ലയബിലിറ്റി ഷുഡ് ബി ക്രിയേറ്റഡ്. ഓപ്ഷൻ സി എ ഡെഫിനിറ്റ് ലയബിലിറ്റി ഷുഡ് ബി ക്രിയേറ്റഡ്. ഓപ്ഷൻ ഡി എ റിസർവ് ഷുഡ് ബി ക്രിയേറ്റഡ്. ഇതിനകത്ത് ഏതാണ് നമ്മളെ സംബന്ധിച്ച്? ഇപ്പം ഒരു ലയബിലിറ്റി നമ്മളെ സംബന്ധിച്ച് ഒരു ബാഡ് ഡെപ്റ്റ് ആണെന്ന് വിചാരിക്കുക. അത് നമ്മൾ ഒരാൾക്ക് പൈസ കൊടുത്തിട്ടുണ്ട്, അവൻ ചിലപ്പോൾ പൈസ തരത്തില്ല എന്ന് നമുക്ക് തോന്നുന്നു. ആ ഒരു കേസ്, ആ സമയത്ത് നമ്മൾ എന്താണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദ്യം. എന്താണ്? പ്രൊവിഷൻ ആണ് അല്ലെ. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് എന്നാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ അകത്തൊരു കണ്ടിജന്റ് ലയബിലിറ്റി എന്താണ്? കണ്ടിജന്റ് ലയബിലിറ്റി എന്ന് വെച്ചാൽ എ ലയബിലിറ്റി മേ ഓർ മേ നോട്ട് ഒക്യൂർ ഇൻ ഫ്യൂച്ചർ. അതായത് ഏതെങ്കിലും ഒരു സർട്ടൻ ഇവന്റിന്റെ സാഹചര്യത്തിൽ നമുക്ക് ഒരു നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത അല്ലെങ്കിൽ ഒരു നഷ്ടം ഉണ്ടാകാതിരിക്കാനുള്ള സാധ്യത നമുക്ക് കറക്റ്റ് ആയിട്ട് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഒരു കണ്ടിജന്റ് ലയബിലിറ്റി ഇതെവിടെയാണ് നമ്മൾ കാണിക്കുക? ബാലൻസ് ഷീറ്റിന്റെ ഫുട് നോട്ട് ആയിട്ട് കാണിക്കുക. എന്തുകൊണ്ടാണ് അത് ഫുട് നോട്ട് ആയിട്ട് കാണിക്കുന്നത്? നമ്മുടെ ഫുൾ ഡിസ്ക്ലോഷർ കൺസെപ്റ്റ് പ്രകാരമാണത് കാണിക്കുന്നത്. അടുത്ത ചോദ്യം, വിച്ച് ഹാസ് നോ എഫക്ട് ഇൻ കറന്റ് റേഷ്യോ. താഴെ തന്നിരിക്കുന്നതിൽ ഏതിനാണ് കറന്റ് റേഷ്യോയിൽ യാതൊരുവിധ സ്വാധീനവും ഇല്ലാത്തത്? ഓപ്ഷൻ എ മിഷനറി പർച്ചേസ് ഫോർ ക്യാഷ്. ഓപ്ഷൻ ബി മോട്ടോർ കാർ സോൾഡ് ഫോർ ക്യാഷ്. ഓപ്ഷൻ സി പ്രിഫറൻസ് ഷെയർ റിഡീംഡ്. ഓപ്ഷൻ ഡി ബിൽ റിസീവബിൾ കളക്റ്റഡ്. ഏതാണ് ചോദ്യം? കറന്റ് റേഷ്യോ എന്ന് വെച്ചാൽ എന്താണ്? കറന്റ് അസറ്റ് ഈസ് ടു കറന്റ് ലയബിലിറ്റി. ഇതിൻ്റെ അകത്ത് ഇപ്പം മിഷനറി പർച്ചേസ്ഡ് ഫോർ ക്യാഷ് എന്ന് പറയുമ്പം നമ്മളെ സംബന്ധിച്ച് മിഷനറി വാങ്ങിയിട്ടുണ്ട്, നമ്മുടെ ക്യാഷ് എന്ന ഒരു അസറ്റ് കുറഞ്ഞിട്ടുണ്ട്. ക്യാഷ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കറന്റ് അസറ്റിന്റെ ഭാഗമാണ്. അപ്പൊ ഇതെന്തായാലും നമ്മുടെ കറന്റ് റേഷ്യോനെ അഫക്റ്റ് ചെയ്യും. ഇനി മോട്ടോർ കാർ സോൾഡ് ഫോർ ക്യാഷ്, ഇവിടെയും നമ്മളെ സംബന്ധിച്ച് ക്യാഷ് എന്നൊരു അസറ്റ് വന്നിട്ടുണ്ട്, അതും കറന്റ് അസറ്റിന്റെ ഭാഗമാണ്. അതുകൊണ്ട് അതും എന്ത് ചെയ്യും? നമ്മുടെ കറന്റ് റേഷ്യോനെ അഫക്റ്റ് ചെയ്യും. ഇനി പ്രിഫറൻസ് ഷെയർ റിഡീം ചെയ്യുമ്പോൾ നമ്മൾ എന്താണ്? ക്യാഷ് കൊടുത്താണ് സെറ്റിൽ ചെയ്യുന്നത് അല്ലെ. അവിടെയും നമ്മുടെ കറന്റ് അസറ്റ് അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ബിൽസ് റിസീവബിൾ കളക്ട് ചെയ്യുന്നു. ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നത് എന്തിന്റെ ഭാഗമാണ്? നമ്മുടെ ഒരു കറന്റ് അസറ്റിന്റെ ഭാഗമാണ്. ഇപ്പൊ 1000 രൂപയുടെ
ബിൽ 1000 രൂപയുടെ ബില്ലായിരുന്നു നമ്മുടെ കയ്യിലുണ്ടായിരുന്നത്. 1000 രൂപയുടെ കറന്റ് അസറ്റ് ആണ് ഈ ഒരു ബില്ല് എന്ന് പറയുന്നത്. അത് നമ്മൾ ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്തു. ക്യാഷ് ആയിട്ട് കളക്ട് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ക്യാഷ് 1000 രൂപ വന്നു. നെറ്റ് എഫക്ട് എന്താണ്? നമ്മുടെ ബിൽസ് എന്താണ്? കറന്റ് അസറ്റ് ആണ്. ആ 1000 രൂപ ക്യാഷ് ആയിട്ട് വന്നു. നമ്മുടെ കറന്റ് അസറ്റിനെ അത് എന്തെങ്കിലും രീതി ബാധിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ കറന്റ് റേഷ്യോനെ അത് ബാധിക്കുന്നുണ്ടോ? ഇല്ല. കാരണം രണ്ട് ബിൽസ് റിസീവബിൾ എന്ന് പറയുന്നതും ഒരു കറന്റ് അസറ്റ് ആണ്, ക്യാഷ് എന്ന് പറയുന്നതും എന്താണ്? ഒരു കറന്റ് അസറ്റ് ആണ്. അതുകൊണ്ട് നമ്മുടെ കറന്റ് റേഷ്യോനെ അഫക്റ്റ് ചെയ്യില്ലാത്തത് ഓപ്ഷൻ ഡി, ബിൽസ് റിസീവബിൾ കളക്റ്റഡ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. ഗുഡ്സ് ഇഷ്യൂഡ് ആസ് ഫ്രീ സാമ്പിൾസ് ആർ ഡിഡക്റ്റഡ് ഫ്രം വിച്ച് അക്കൗണ്ട്? നമ്മൾ ഗുഡ്സ് ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നത് അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ടാണ് അല്ലെ. സോ സാധാരണഗതിയിൽ അഡ്വർടൈസ്മെന്റ് നമ്മൾ ഇവിടെ കാണിക്കും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണ് കാണിക്കുക അല്ലെ. അഡ്വർടൈസ്മെന്റ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ കാണിക്കും. എന്നാൽ ഇവിടെ ചോദ്യം എന്താണ്? നമ്മൾ ഗുഡ്സ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നു? ഫ്രീ സാമ്പിൾ ആയിട്ട് കൊടുക്കുകയാണ്. അപ്പം ഏത് അക്കൗണ്ടിൽ നിന്നുമാണത് കുറയ്ക്കുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ പർച്ചേസ്, ഓപ്ഷൻ ബി സെയിൽസ്, ഓപ്ഷൻ സി അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട്, ഓപ്ഷൻ ഡി സ്റ്റേഷനറി. ഏതാണ്? നമ്മളിവിടെ 1000 രൂപ, ഇപ്പൊ ഞാനിപ്പോ ഒരു കട നടത്തുന്ന വ്യക്തിയാണ്, ഞാൻ 1000 രൂപയ്ക്ക് ഒരു മിഠായി മേടിച്ചു വെച്ചിട്ടുണ്ട്. അതിന് സെയിലൊന്നും വന്നിട്ടില്ല. അപ്പൊ ആളുകൾക്ക് ഇത് പുതുതായിട്ട് മാർക്കറ്റിൽ പുതുതായിട്ട് വന്ന സാധനമാണ്. അപ്പൊ ആളുകൾക്ക് എന്ത് ചെയ്യണം? ഞാനിത് പരിചയപ്പെടുത്തണം. അപ്പൊ കുറച്ച് കുട്ടികൾ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു? അതിൻ്റെ അകത്തൊരു 500 ഫ്രീ ആയിട്ട് കൊടുത്തു. അപ്പൊ ഞാൻ മേടിച്ചു വെച്ചിരിക്കുന്ന 1000 രൂപയുടെ സാധനത്തിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു കുറവ് വന്നിട്ടുണ്ട് അല്ലേ. അപ്പം ഏതിൽ നിന്നാണ് ഞാൻ കുറച്ചിരിക്കുന്നത്? അല്ലെങ്കിൽ ഏതിൽ നിന്നാണ് ഞാൻ കുറയ്ക്കേണ്ടത്? ആ പർച്ചേസിൽ നിന്നുമാണ് 500 രൂപ കുറയ്ക്കേണ്ടത്. ഈ ഒരു 500 രൂപ എവിടെ നമ്മൾ ആഡ് ചെയ്യും? ഈ ഒരു 500 നമ്മൾ എവിടെ ആഡ് ചെയ്യണം? അഡ്വർടൈസ്മെന്റിന്റെ അകത്ത് ആഡ് ചെയ്യണം. അപ്പൊ എന്റെ ജേണൽ എൻട്രി എങ്ങനെ വരും? അഡ്വർടൈസ്മെന്റ് അക്കൗണ്ട് ഡെറ്റർ ടു പർച്ചേസസ് അക്കൗണ്ട്. ഏത് അക്കൗണ്ടിനെയാണ് ക്രെഡിറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏത് അക്കൗണ്ടിനെയാണ് ഡിഡക്ട് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാലും ആൻസർ വരുന്നത് പർച്ചേസസ് അക്കൗണ്ട് ആണ്. അപ്പൊ അക്കൗണ്ടൻസി ആയിക്കോട്ടെ, ഏത് സബ്ജക്റ്റ് ആയിക്കോട്ടെ, അതിന്റെ ബേസ് മുതൽ അതിന്റെ എക്സ്ട്രീം ലെവൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ വരെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള നമ്മുടെ ബിഗിനേഴ്സ് ബാച്ചിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. നമ്മൾ 2026 സഹകരണ മേഖലയിൽ ഒരു ജോലി ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ, റെക്കോർഡഡ് ക്ലാസ്സുകൾ, സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം, ഡെയിലി എക്സാമുകൾ, വീക്ക്ലി എക്സാമുകൾ, അങ്ങനെ ഒട്ടനവധി ഫീച്ചേഴ്സോട് കൂടിയാണ് നമ്മുടെ ഒരു ബാച്ച് വരുന്നത്. അപ്പൊ നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 89 21 44 0580. ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയുവാനായിട്ട് പറ്റും. അതുപോലെ കഴിഞ്ഞ എക്സാമുകൾക്ക് കട്ട് ഓഫിന്റെ തൊട്ടടുത്തെത്തിയിട്ടും കട്ട് ഓഫ് മറികടക്കാൻ പറ്റാതെ ഉള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ഒരു 3 month ബാച്ച് കൂടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ത്രൂ ഔട്ട് ഇയർ 2026 ആരംഭത്തിൽ തന്നെ നമുക്ക് 6ഓളം നോട്ടിഫിക്കേഷൻ ആണ് വന്നിരിക്കുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു മാർച്ച് മാസം, ഒരു മാർച്ച് ഏപ്രിലോട് നമുക്ക് അടുത്ത നോട്ടിഫിക്കേഷൻ, അങ്ങനെ ഈ ഒരു ത്രൂ ഔട്ട് ഇയർ നമുക്ക് നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ കൂടുതൽ അവസരങ്ങളുണ്ട്. ഈ അവസരങ്ങൾ കൃത്യമായി പ്രയോജനപ്പെടുത്തണമെങ്കിൽ നമ്മൾ പഠിച്ചുകൊണ്ട് കൂടുതൽ മാർക്കുകൾ മേടിച്ചെങ്കിൽ മാത്രമാണ് പറ്റുക. കാരണം ഈ കഴിഞ്ഞ എക്സാമുകളുടെ ട്രെൻഡ് പരിശോധിക്കുമ്പോൾ കട്ട് ഓഫിന്റെ സാഹചര്യം, കട്ട് ഓഫിന്റെ നില 80ലേക്ക് ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. 80ന് മുകളിൽ പോയി 84 മാർക്ക് വരെയും എത്തുന്ന സാഹചര്യമുണ്ട്. അപ്പൊ ഒരു 84ലോട്ടൊക്കെ എത്തണമെങ്കിൽ നമ്മുടെ സെൽഫ് സ്റ്റഡി കൊണ്ട് നമുക്ക് സാധിക്കത്തില്ല. അപ്പൊ കൂടുതൽ ഇൻഡെപ്ത് ആയിട്ടുള്ള സ്റ്റഡി വേണം. അതിനുവേണ്ടി നമ്മൾ പുതിയ ബാച്ച് ആരംഭിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ബാച്ചിനെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. ഓവർ ഡ്രാഫ്റ്റ് ഈസ് ഡാഷ് ബാലൻസ് as per പാസ്ബുക്ക്. പാസ്ബുക്ക് പ്രകാരം ഓവർ ഡ്രാഫ്റ്റിന് എന്ത് ബാലൻസ് ആണ് ഉള്ളതെന്നാണ് ചോദ്യം. എന്താണ് ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരാള് അയാളുടെ ബാങ്ക് അക്കൗണ്ടിൽ ഉള്ള പൈസയേക്കാൾ കൂടുതൽ പൈസ എന്ത് ചെയ്യുന്നു? വിഡ്രോ ചെയ്യുന്നു. അത് ഏത് അക്കൗണ്ടിലാണ് പോസിബിൾ ആയിട്ടുള്ളത്? കറന്റ് അക്കൗണ്ടിലാണ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലെ. അപ്പം പാസ്ബുക്ക് പ്രകാരമാണ് ചോദിച്ചിരിക്കുന്നത്. ബാങ്ക് അക്കൗണ്ട് എന്ന് പറയുമ്പോൾ എന്റെ എവിഡൻസ് പാസ്ബുക്കാണ്. പാസ്ബുക്ക് ആരുടെ പ്രോപ്പർട്ടിയാണ്? പാസ്ബുക്ക് എന്ന് പറയുന്നത് ബാങ്കിന്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ളത് ബാങ്കിന്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ്. ഇപ്പൊ ഇൻ കേസ് നമ്മൾ പൈസ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ പാസ്ബുക്കിൽ എന്താണ് കാണിക്കുക? പാസ്ബുക്കിൽ കാണിക്കുക അത് ക്രെഡിറ്റ് എന്നാണ് കാണിക്കുക. നമ്മൾ അക്കൗണ്ടിൽ പൈസ ഇട്ട് കഴിഞ്ഞാൽ ഇത്ര റുപ്പീസ് നമ്മുടെ ബാങ്കിൽ ക്രെഡിറ്റഡ് ആയി എന്ന് പറഞ്ഞ് നമ്മൾ മെസ്സേജ് വരും അല്ലെ. അപ്പം ഇൻ കേസ് അവിടെ നിന്ന് നമ്മൾ ലോൺ എടുക്കുകയാണെങ്കിൽ എന്ത് കാണിക്കും? ലോൺ എടുക്കുകയാണെങ്കിൽ പാസ്ബുക്കിൽ ഡെബിറ്റ് എന്ന് കാണിക്കും. എന്തുകൊണ്ടാണ് ഡെബിറ്റ് എന്ന് കാണിക്കുക? നമ്മുടെ ആൻസർ ഡെബിറ്റ് ആണ്. എന്തുകൊണ്ടാണ് കാണിക്കുക? ബാങ്കിനെ സംബന്ധിച്ച് ലോൺ കൊടുക്കുന്നത് എന്താണ്?
ഒരു അസറ്റാണ്. അതായത് അവരെന്ത് ചെയ്തു, നമ്മൾക്ക് പൈസ തന്നിട്ടുണ്ട്, നാളെ നമ്മുടെ കഴുത്തിന് പിടിച്ചിട്ടായാലും എന്ത് ചെയ്യും, അവർക്ക് ആ പൈസ തിരിച്ചു കിട്ടും. അതുകൊണ്ട് ബാങ്കിനെ സംബന്ധിച്ച് ആ ഒരു ലോൺ അല്ലെങ്കിൽ ഈ ഓവർ ഡ്രാഫ്റ്റ് എന്ന് പറയുന്നത് അസറ്റാണ്, ബാങ്കിന്റെ പ്രോപ്പർട്ടിയാണ് ഈ ഒരു പാസ്ബുക്ക്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അകത്ത് അവർ റെക്കോർഡ് ചെയ്യുക ഓവർ ഡ്രാഫ്റ്റിന് എങ്ങനെയാണ്, ഡെബിറ്റ് ആയിട്ടാണ്. ഇൻ കേസ് നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ പാസ്ബുക്കിൽ എങ്ങനെ കാണിക്കും, ക്രെഡിറ്റ് എന്ന് കാണിക്കും. അപ്പൊ നമുക്ക് മറ്റൊരു ചോദ്യം നോക്കാം. വിച്ച് ട്രാൻസാക്ഷൻ റിസൾട്ട് ഇൻ ഡിക്രീസ് ഇൻ അസറ്റ് ആൻഡ് ഡിക്രീസ് ഇൻ ലയബിലിറ്റി? ഈ ലാസ്റ്റ് നടന്ന എക്സാമിന്, നമ്മുടെ CICB എക്സാമിന് ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു അല്ലെ. ഓപ്ഷൻ എ ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ഓപ്ഷൻ ബി റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, ഓപ്ഷൻ സി ഇഷ്യൂ ഓഫ് ഷെയർസ് അറ്റ് എ പ്രീമിയം, ഓപ്ഷൻ ഡി പർച്ചേസ് ഓഫ് അസറ്റ്. എന്നാണ് ചോദ്യം. അസറ്റ് ഡിക്രീസ് ചെയ്യണം, അതുപോലെ തന്നെ ലയബിലിറ്റിയും ഡിക്രീസ് ചെയ്യണം. ഇഷ്യൂ ഓഫ് ഡിബഞ്ചർ, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുന്നു. ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ കയ്യിലോട്ട് പൈസ വരും അല്ലെ, പൈസയും വരും, അതുപോലെ ലയബിലിറ്റിയും കൂടും. ഇവിടെ നമുക്ക് നോക്കാം, ഇത് അസറ്റ്, ലയബിലിറ്റി. ഒന്നാമത്തെ കേസിൽ എങ്ങനെയാണ്, ഡിബഞ്ചർ ഇഷ്യൂ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ പൈസ വരുന്നു, അതുകൊണ്ട് തന്നെ അസറ്റ് കൂടുന്നു. അപ്പം ഡിബഞ്ചർ എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് ലയബിലിറ്റി ആണ്, അപ്പം ലയബിലിറ്റിയും കൂടും. ഇനി റിഡംഷൻ ഓഫ് ഡിബഞ്ചർ, റിഡംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് അല്ലേ. നമ്മൾ ക്യാഷ് എന്ന അസറ്റ് എന്ത് ചെയ്യുന്നു, നമ്മുടെ ഡിബഞ്ചർ ഹോൾഡേഴ്സിന് കൊടുത്തുകൊണ്ട് ആ ഡിബഞ്ചറിന്റെ ലയബിലിറ്റി നമ്മൾ സെറ്റിൽ ചെയ്യുകയാണ്. അപ്പൊ അസറ്റും കുറയും, ലയബിലിറ്റിയും കുറയും. ഇനി ഷെയർ ഇഷ്യൂ ആസ് എ പ്രീമിയം, ഷെയർ ഇഷ്യൂ ആസ് എ പ്രീമിയം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്, നമ്മൾ കമ്പനിയിലേക്ക് പൈസ വരുന്നു, അപ്പം അസറ്റ് കൂടുന്നു. ലയബിലിറ്റി അല്ലെങ്കിൽ ക്യാപിറ്റൽ എന്ന് പറയുന്ന ഭാഗം എന്ത് ചെയ്യും, അവിടെയും കൂടുകയാണ്. ഇനി പർച്ചേസ് ഓഫ് അസറ്റ്, പർച്ചേസ് ഓഫ് അസറ്റ് എന്ന് പറയുന്നത് ഇൻ കേസ് അത് നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആണ് എന്ന് വിചാരിക്കുക. ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ ലയബിലിറ്റിയും കൂടും, അസറ്റും കൂടും. നമ്മളോട് ചോദിച്ചത് ഏത് കേസിലാണ് അസറ്റും ലയബിലിറ്റിയും കുറയുന്നത് എന്നാണ്. നമ്മുടെ ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ബി ആണ്. നോക്കിക്കേ, ഈ ഒരു കേസിൽ ഡിബഞ്ചർ റിഡീം ചെയ്യുമ്പോൾ എങ്ങനെയാണ്, നമ്മുടെ അസറ്റും കുറയുന്നു, നമ്മുടെ ലയബിലിറ്റിയും കുറയുന്നു. അപ്പം ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം ചാനൽ ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കാം, അത് നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കുക. അതുപോലെ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പുകളുടെ ലിങ്ക് കൂടി കമന്റ് ബോക്സിൽ കൊടുത്തിരിക്കുക, അതിൽ നിങ്ങളൊന്ന് ജോയിൻ ചെയ്തേക്കുക. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്